ഇസ്രായേലിൻ്റെ ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുകയാണ് ഇറാൻ. ഇസ്രായേലിൻ്റെ 2 F-35 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. മാത്രമല്ല വനിതാ പൈലറ്റിനെ പിടികൂടിയതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഈ റിപ്പോർട്ടുകൾ ഇസ്രായേൽ തള്ളിക്കളഞ്ഞു. അടിസ്ഥാനരഹിതമായ റിപ്പോർട്ടാണിതെന്നാണ് IDF വക്താവ് പ്രതികരിച്ചത്. ഇറാനിലെ ഫോർഡോയിലെ ആണവ കേന്ദ്രത്തിന് സമീപത്ത് വെച്ചാണ് ഡ്രോണിനെ തകർത്തതെന്നാണ് ഇറാനിൻ്റെ ഔദ്യോഗിക മാധ്യമമായ പ്രസ് TV റിപ്പോർട്ട് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി ഇസ്രായേലിലെ അതീവ സുരക്ഷാ മേഖലയായ ടെലവീവിലെ കിരിയ കോമ്പൗണ്ടിൽ ഇറാൻ ആക്രമണം നടത്തി. ഇസ്രായേലിലെ പെൻറ്റഗൺ എന്നാണ് ഈ മേഖലയെ അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരുടെ വീടുകളും പ്രതിരോധ മന്ത്രാലയവും സ്ഥിതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല സൈനിക ഇൻ്റലിജൻസ് യൂണിറ്റുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ വിള്ളൽ വീഴ്ത്തി ഇവിടങ്ങളിൽ ആക്രമണം നടത്താൻ ഇറാന് സാധിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇസ്രായേലിൻ്റേത്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ കനത്ത തിരിച്ചടിയാണ് ഇസ്രായേലിന് സംഭവിച്ചിരിക്കുന്നത്. അതിനിടെ ഇസ്രായേലിൻ്റെ 3ാമത്തെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന് അവകാശപ്പെട്ട് ഇറാൻ രംഗത്തെത്തി. പൈലറ്റിനെ ഇറാൻ സൈന്യം അറസ്റ്റ് ചെയ്തെന്നും ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ IRNA റിപ്പോർട്ട് ചെയ്തു. ഇറാനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് 3ാമത്തെ വിമാനവും വെടിവെച്ചിട്ടെന്ന് ഇറാൻ അവകാശപ്പെട്ടത്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിലാണ് ഇസ്രായേൽ വൻ വ്യോമാക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച തെഹ്റാൻ നഗരത്തിലും പരിസരങ്ങളിലും വ്യോമാക്രമണം നടത്തി 24 മണിക്കൂറിനുള്ളിലാണ് 2ാമത്തെ ആക്രമണം ഉണ്ടായത്. തെഹ്റാനിലെ 100 കണക്കിന് ആണവ സൈനിക കേന്ദ്രങ്ങൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചതായി വാർത്താ ഏജൻസിയായ AFP റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഇറാൻ്റെ 3 ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ കെർമൻഷാ പ്രവിശ്യയിലെ സൈനിക താവളത്തിൽ സ്ഫോടനം നടന്നതായും മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അടിക്ക് തിരിച്ചടി നൽകി ഇറാൻ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് രാജ്യങ്ങൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കരുതെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇറാനെ ഏത് രാജ്യം പിന്തുണച്ചാലും ശക്തമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. US, UK, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാൻ്റെ താക്കീത്. ഇസ്രായേലിനെ സഹായിച്ചാൽ സഹായിക്കുന്ന രാജ്യങ്ങളുടെ പ്രാദേശിക സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാൻ്റെ ഭീഷണി. ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ തകർക്കാൻ US സഹായിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പിന്നാലെയാണ് ഇറാൻ മുന്നറിയിപ്പുമായി എത്തിയത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായി മാറിയിട്ടുണ്ട്. ആശങ്കയോടെയാണ് ലോകം പുതിയ സംഭവവികാസങ്ങളെ നിരീക്ഷിക്കുന്നത്.